സജ്ജനങ്ങളെ നമ്മുടെ വരാഹി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാനായിട്ട്. സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരു 16 ഭാവങ്ങളുണ്ട്. സ്വപ്നവരാഹി, ചണ്ഡവരാഹി, മഹിവരാഹി, ഗൃഹവരാഹി, മൻസവരാഹി, മഹിഷവരാഹി, ഉന്മത്തവരാഹി, ലഘുവരാഹി, കിരവരാഹി, ശ്വേതവരാഹി, വാർത്താളി, ദ്രുമവരാഹി, ആദിവരാഹി, സിംഹാരൂഢവരാഹി, അശ്വാരൂഢവരാഹി, മഹാവരാഹി. ഈ മഹാവരാഹിയുടെ 16 ഭാവങ്ങളിൽ ഈ ഉഗ്രരൂപിണിയായ ഉഗ്രസ്വരൂപിണിയായ ദേവതകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ വരാഹി അമ്മയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ വേണം ഉപാസിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ശക്തികളൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉഗ്രരൂപിണിയായിട്ടുള്ള ദേവിയുടെ ഭാവങ്ങളെയൊക്കെ നമ്മൾ ഉപാസിക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ഉപാസിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരും. ആ മനോഹരതയിൽ നമുക്ക് വിജയിക്കാനൊക്കെ പറ്റും. ഇല്ലെങ്കിൽ രാത്രികാലങ്ങളിലാണ് വരാഹി അമ്മയെ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയം. അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യതയോടുകൂടി ശുദ്ധിയോടുകൂടിയൊക്കെ നമുക്ക് ആ ഉഗ്രമൂർത്തിയൊക്കെ നമുക്ക് ധ്യാനിക്കണം. അല്ലെങ്കിൽ ഉപാസിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ വേണം ചെയ്യാനായിട്ട്. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ വരാഹി അമ്മ എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.